Hello students, welcome to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ ആണ്. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽസ് ഓഫ് PHP. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് PHPയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് PHPയിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, അതുപോലെ ഡാറ്റ ടൈപ്സ്, ദെൻ ഓപ്പറേറ്റേഴ്സ്, അതൊക്കെയാണ്. ദ ഫസ്റ്റ് ഈസ് വേരിയബിൾ. നമുക്കറിയാം PHPയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് PHPയിലെ വേരിയബിൾസ് നെയിംസ് നമ്മൾ എഴുതുന്നത്. അതായത് ഡോളർ വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. ഡയറക്റ്റ് ആയിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് PHPയിൽ ചെയ്യുന്നത്. ഓക്കെ, PHPയുടെ കേസിൽ നേരത്തെ, അതായത് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ C++ലും മറ്റും ചെയ്യുന്നത് പോലെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. PHP കോഡ് സ്റ്റാർട്ട് ചെയ്തു. $txt ഈക്വൽ ടു ഹലോ വേൾഡ്. സോ ഇതിൽ txt എന്നാണ് വേരിയബിൾ നെയിം. ഡോളർ സിമ്പിൾ എന്തിനാണ് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡോളർ സിമ്പിൾ വിത്ത് txt എന്ന് പറയുന്നത് വേരിയബിൾ നെയിമാണ്. സോ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ കോട്ട്സിൻ്റെ അകത്തെ ഹലോ വേൾഡ്. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്തെ ഹലോ വേൾഡ് കൊടുത്തത് കൊണ്ട് ഈ txt എന്ന വേരിയബിൾ ഒരു സ്ട്രിങ് ആണ്. നെക്സ്റ്റ് $x ഈക്വൽ ടു 25. സോ ഈ x എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് 25 എന്ന വാല്യൂ ആണ്. 25 ഒരു ഇൻറ്റിജർ നമ്പറാണ്. അപ്പോൾ $x, അതായത് x എന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ. നെക്സ്റ്റ് $y, അതായത് y എന്ന വേരിയബിൾ. ഈ വേരിയബിൾ നെയിമിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 23.5, അതായത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് നമ്മളിതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് നമ്പറാണ്. ക്ലിയർ ആയല്ലോ? ഇനി നെയിമിംഗ് കൺവെൻഷൻസ്, PHPയിൽ യൂസ് ചെയ്യുന്ന നെയിമിംഗ് കൺവെൻഷൻസ് നമുക്കറിയാം. ദ വേരിയബിൾ നെയിം സ്റ്റാർട്ട് വിത്ത് $sign ഫോളോഡ് ബൈ നെയിം ഓഫ് വേരിയബിൾ. വേരിയബിൾ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ സിമ്പിൾ വെച്ചിട്ടായിരിക്കണം. അതിന് ശേഷം വേരിയബിളിൻ്റെ നെയിം കൊടുക്കും. നെക്സ്റ്റ്, ദ നെയിം ഓഫ് ദി വേരിയബിൾ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. വേരിയബിൾ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ വെച്ച്, ലൈക്ക് ഇപ്പോൾ ഇവിടെ $x ഒരു ലെറ്റർ വെച്ചിട്ടാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ദ നെയിം വേരിയബിൾ നെയിമിൽ വരാവുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് A to Z, സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z, 0 to 9, ദെൻ അണ്ടർസ്കോർ. ഓക്കെ, ദെൻ വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഡോളർ നെയിം സ്മോൾ ലെറ്റർ നെയിം എന്ന് കൊടുത്തു, ദെൻ ക്യാപിറ്റൽ ലെറ്റർ നെയിം വേറൊരു വേരിയബിൾ നെയിം കൊടുത്തു. സോ PHP ഈ രണ്ട് വേരിയബിൾ നെയിം ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് നോക്കുന്നത്. കാരണം കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്മോൾ ലെറ്റർ A ഒരു വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ വേറൊരു വേരിയബിൾ നെയിം കൊടുത്തു. പക്ഷേ ഈ രണ്ട് വേരിയബിളിലേക്കും അസൈൻ ചെയ്യുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. മാത്രമല്ല ഈ രണ്ട് വേരിയബിളും ഡിഫറെൻറ്റ് വേരിയബിൾ നെയിംസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് PHPയിൽ കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ പങ്ക്ച്വേഷൻ ക്യാരക്ടേഴ്സ്, അതായത് കോമാസ്, ക്വട്ടേഷൻ മാർക്സ്, അങ്ങനെയുള്ള സ്പേസസ്, ഇതെല്ലാം വേരിയബിൾ നെയിംസിൽ അലൗഡഡ് അല്ല. നെക്സ്റ്റ് ടോപ്പിക്, ഡാറ്റ ടൈപ്സ്. PHPയിലെ ഡാറ്റ ടൈപ്സിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് കോർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. കോർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്. ഇപ്പോൾ ഇൻറ്റിജർ നമുക്കറിയാം, ഫ്ലോട്ട്, ബൂളിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്, അല്ലെങ്കിൽ 1 or 0, യെസ് ഓർ നോ, അതൊക്കെയാണ് ബൂളിയൻ വേരിയബിൾസ്. ദെൻ സ്ട്രിങ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നൾ, അറേ, ഒബ്ജക്റ്റ്, റിസോഴ്സസ്, ഇതെല്ലാമാണ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. സോ ഫസ്റ്റ് നമുക്ക് കോർ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡാറ്റ ടൈപ്സ് എല്ലാം നമ്മൾ C++ലെ പഠിച്ചു കഴിഞ്ഞ ഡാറ്റ ടൈപ്സിന് വളരെ സിമിലർ ആണ്. സോ ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഇൻറ്റിജർ. ഇൻറ്റിജർ വേരിയബിളിൽ വരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടെയുള്ള നമ്പേഴ്സാണ് ഇൻറ്റിജർ നമ്പേഴ്സിൽ വരുന്നത്. ഇൻറ്റിജർ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രിസിഷൻ. Then negative values are also considered as integers. Some examples എന്ന് പറയുന്നത് -32, കാരണം നെഗറ്റീവ് നമ്പറും ഇൻറ്റിജർ ആയിട്ട് കണക്കാക്കും. ദെൻ 32 പോസിറ്റീവ് നമ്പർ, ദെൻ 986 എന്ന നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡബിൾ ഡാറ്റ ടൈപ്പ്, അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ്, പോയിന്റ് വരുന്ന നമ്പേഴ്സിനെയാണ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് 123.56, ദെൻ 7e-10. സോ അങ്ങനെയുള്ള നമ്പേഴ്സാണ് ഫ്ലോട്ടിംഗ് നമ്പർ. സ്ട്രിങ് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ അകത്തോ നമുക്ക് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യും. ലൈക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആപ്പിൾ, അതൊരു സ്ട്രിങ് ആണ്. PHP എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ആപ്പിൾ എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. PHP എന്ന് പറയുന്നത് സിംഗിൾ കോട്ടിൻ്റെ അകത്താണ്. സോ ഇത് രണ്ടും സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്
ഡബിൾ കോട്ട്സിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് ഡബിൾ കോട്ട്സിലായിരിക്കണം, എൻഡിങ് ഡബിൾ കോട്ട്സ് ആയിരിക്കും. രണ്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാമിൽ എറർ വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുന്നത് യെസ് ഓർ നോ, ഓൺ ഓഫ്, അല്ലെങ്കിൽ 1 0, ട്രൂ ഫോൾസ്, ഇതെല്ലാമാണ് PHPയിലും ഡിഫൈൻഡ് ആയിട്ടുള്ള ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്. ശ്രദ്ധിക്കേണ്ടത് യെസ് ഓർ നോ സ്മോൾ ലെറ്റേഴ്സ് ആണ്, ഓൺ ഓഫ് സ്മോൾ ലെറ്റേഴ്സ് ആണ്. സോ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ വേരിയബിളിലേക്ക് വാല്യൂസ് ഒന്നും കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസിലാണ് നൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നൾ ഈസ് എ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് വിച്ച് ക്യാൻ ഹാവ് ഓൺലി വൺ വാല്യൂ. നള്ളിനാകെ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ നൾ. സോ PHP നൾ വേരിയബിളിനെ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊന്നും എക്സിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും സെറ്റ് ചെയ്തില്ല എങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? നൾ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ $x ഈക്വൽ ടു നൾ, അതായത് പ്രത്യേകിച്ചൊരു വാല്യൂ, നൾ വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. വാല്യൂസ് ഒന്നും ഇല്ലെങ്കിലാണ് നൾ വാല്യൂ നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് അറേ. PHPയുടെ കേസിൽ അറേ എന്ന് പറയുന്ന വേരിയബിൾ മൾട്ടിപ്പിൾ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നു. അതായത് ഈച്ച് അറേ എലമെൻറ്റ് ഹോൾഡ് എ കീ ആൻഡ് എ വാല്യൂ. ഓരോ അറേ എലമെൻറ്റും ഒരു കീയും അതുപോലെ തന്നെ ഒരു വാല്യൂം ഹോൾഡ് ചെയ്യുന്നു. സോ മെയിൻലി 3 ടൈപ്സ് ഓഫ് അറേസ് ആണ് PHPയിലുള്ളത്: ഇൻഡെക്സ്ഡ് അറേ, അസോസിയേറ്റീവ് അറേ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. സോ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നതാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ C++ലെ ഒബ്ജക്റ്റ് വരെ വളരെ സിമിലർ ആണ്. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾസും ഫങ്ഷൻസും എല്ലാം ഒബ്ജക്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ മെയിൻലി വേരിയബിൾസിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഏതൊക്കെ ഒബ്ജക്റ്റ് ആണോ നമ്മൾ ആ കോഡിൽ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഫസ്റ്റ് നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യും. തന്നെ ആ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ്, അതായത് അതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വീണ്ടും ഒരു ന്യൂ കമാൻഡ് യൂസ് ചെയ്ത് ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് നമ്മൾ കോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഡാറ്റ ടൈപ്പ് അല്ല. സോ ഇതൊരു സ്പെഷ്യൽ വേരിയബിൾ ആണ്. അത് മെയിനായിട്ട് ഹോൾഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ റിസോഴ്സസ്, അതായത് ഫയൽ ഹാൻഡ്ലർ, ഡാറ്റാബേസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ റിസോഴ്സസിൻ്റെ റെഫറൻസ് ആണ് ഈ റിസോഴ്സ് ഡാറ്റ ടൈപ്പ് ഹോൾഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഓപ്പറേറ്റേഴ്സ് ഇൻ PHPയിലെ ഓപ്പറേറ്റേഴ്സ് ആണ് താഴെ പറയുന്നത്: അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് വാല്യൂസ് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ $myvar equal to 4, അതായത് 4 എന്ന വാല്യൂ myvar എന്ന വേരിയബിൾ നെയിമിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. നെക്സ്റ്റ്, ന്യൂ var ഈക്വൽ ടു myvar, ഈ myvarലുള്ള വാല്യൂ ന്യൂ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ബേസിക് ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള റിമൈൻഡർ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ ഈസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഡബിൾ ഈക്വൽ ടു, നമുക്ക് രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ടായിരുന്നു, രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് ഈക്വൽ ആണോ എന്ന് നോക്കാനായിട്ടാണ് ഈ ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലൈക്ക് $x ഈക്വൽ ടു, ഇവിടെ എക്സിൻ്റെ വാല്യൂ 3യും വൈയുടെ വാല്യൂ 5. $x ഡബിൾ ഈക്വൽ ടു $y, അതായത് x ഈക്വൽ ടു y ആണോ? അപ്പോൾ 3 ഈക്വൽ ടു 5 അല്ല, അപ്പോൾ ഫോൾസ് എന്ന റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലത്തെ സിങ് ഈക്വൽ ടു $x നോട്ട് ഈക്വൽ ടു $y, അതായത് 3 നോട്ട് ഈക്വൽ ടു 5, അത് ട്രൂ ആണ്. ഓക്കെ, സോ ദെൻ x ലെസ് ദാൻ y, 3 ലെസ് ദാൻ 5, അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ x ഗ്രേറ്റർ ദാൻ y, 3 ഗ്രേറ്റർ ദാൻ 5, അത് ഫോൾസ് ആണ്. നെക്സ്റ്റ്, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3 ലെസ് ദാൻ 5 ആണ്, അപ്പോൾ അത് ട്രൂ ആണ്. നെക്സ്റ്റ്, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, 3 ഗ്രേറ്റർ ദാൻ 5 അല്ല, 3 ഈക്വൽ ടു 5 അല്ല, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സോ ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ആൻഡ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഈ ഒരു കേസിൽ a ഗ്രേറ്റർ ദാൻ b, അതായത് 7 ഗ്രേറ്റർ ദാൻ 2 ആണ്, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദെൻ a ഗ്രേറ്റർ ദാൻ c, 7 ഗ്രേറ്റർ ദാൻ c ആണോ? 7 ഗ്രേറ്റർ ദാൻ c അല്ല, അതായത് 7 ഗ്രേറ്റർ ദാൻ c അല്ല, അപ്പോൾ അത് ഫോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻഡ് ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് ഫോൾസ് വന്നു, കാരണം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ വരുള്ളൂ, അല്ലെങ്കിൽ ഫോൾസ്. ദെൻ ഇത് തന്നെയാണ് ഈ ഡബിൾ ആംപർസൈൻ സിമ്പിളും റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺസ് ട്രൂ ഇഫ് 2 or more റിലേഷണൽ എക്സ്പ്രഷൻസ് ആർ ട്രൂ.
ഒന്നോ അതിലധികമോ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഓർ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഓർ ഇതല്ലെങ്കിൽ അടുത്തത് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് എ ഗ്രേറ്റർ ദാൻ ബി 7 ഗ്രേറ്റർ ദാൻ 2 ആണ്, അപ്പോൾ ഇത് ട്രൂ ആണ്. ദെൻ എ ഗ്രേറ്റർ ദാൻ സി ഫോൾസ് ആണ്. അപ്പോൾ ഒരു ഓപ്പറേഷൻ ട്രൂ ആയതുകൊണ്ട് ഇവിടെ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഈ ഒരു സിമ്പിൾ വെച്ച് നമുക്ക് കിട്ടുന്നത്. റിട്ടേൺസ് ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഗിവൺ റിലേഷണൽ എക്സ്പ്രഷൻ ഈസ് ട്രൂ. നെക്സ്റ്റ് എക്സോർ. എക്സോർ എന്ന് പറയുന്നത് ട്രൂ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാണ്? ഓൺലി വൺ ഓഫ് ടു എക്സ്പ്രഷൻ ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ മാത്രം ട്രൂ ആയിരിക്കുന്ന കേസിൽ. ഇപ്പോൾ രണ്ട് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ വരണമെന്നില്ല. രണ്ട് എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ റിട്ടേൺ ചെയ്യുന്നതാണ് എക്സോർ. നെക്സ്റ്റ് നോട്ട്. റിട്ടേൺസ് ട്രൂ ഇഫ് ആൻ എക്സ്പ്രഷൻ ഈസ് നോട്ട് ട്രൂ. നോട്ട് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ. ലൈക്ക് ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി 7 ഗ്രേറ്റർ ദാൻ 2 നോട്ട് ഈക്വൽ ടു, അതായത് 7 ഗ്രേറ്റർ ദാൻ 2 അല്ല എന്നാണ് പറയുന്നത്. 7 ഗ്രേറ്റർ ദാൻ 2 അല്ല എന്നുള്ളതൊരു തെറ്റായ ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഫോൾസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ്. മെയിൻലി രണ്ട് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൺകാറ്റനേറ്റിംഗ് ഓപ്പറേറ്റർ, സെക്കൻഡ് വൺ ഈസ് കോൺകാറ്റനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ കോൺകാറ്റനേറ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കോൺകാറ്റനേറ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. കോൺകാറ്റനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈക്വൽ ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആർഗ്യുമെൻറ്റും അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ആർഗ്യുമെൻറ്റും ഒരുമിച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാനായിട്ടാണ് കോൺകാറ്റനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. HTML ടാഗ് ഓപ്പൺ ചെയ്തു. PHPയുടെ കോഡാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ട്രിങ് 1 ഈക്വൽ ടു ഗുഡ്, സ്ട്രിങ് 2 ഈക്വൽ ടു മോർണിംഗ്. സോ ന്യൂ സ്ട്രിങ് 1.2, അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺകാറ്റനേറ്റിംഗ് ഓപ്പറേറ്റർ. കോൺകാറ്റനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഗുഡും മോർണിംഗ് കൂടി കമ്പൈൻ ചെയ്ത് ഗുഡ് മോർണിംഗ് എന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. നെക്സ്റ്റ് വൺ ഈസ് കോൺകാറ്റനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലുള്ള ഈ സ്ട്രിങ്ങിലേക്ക് ഈ സ്ട്രിങ്ങും കൂടി ജോയിൻ ചെയ്യിക്കും. സോ സ്ട്രിങ് 1 എന്ന് പറയുന്നത് ഗുഡ് ആണ്, സ്ട്രിങ് 2 എന്ന് പറയുന്നത് മോർണിംഗ്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറേറ്ററിൻ്റെ ആർഗ്യുമെൻറ്റും കൂടി കമ്പൈൻ ചെയ്ത് ഗുഡ് മോർണിംഗ് എന്നുള്ള റിസൾട്ട് വരുന്നു. ഈ എക്കോ യൂസ് ചെയ്യുന്നത് എന്താ? നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. ഇതുപോലെ തന്നെ അടുത്തത് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ് ഈക്വൽസ്. ഇതൊക്കെയാണ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത് എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അതുപോലെ എക്സ് മൈനസ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 4. എക്സ് സ്റ്റാർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 3. സോ ഇത് ഒരുമിച്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ് സ്റ്റാർ ഈക്വൽ ടു. അതുപോലെ എക്സ് ഡിവിഷൻ ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2. എക്സ് മോഡുലസ് ഈക്വൽ ടു 5, എക്സ് ഈക്വൽ ടു എക്സ് മോഡ് 5. So concatenate equals string 1 dot equal to hello, that is string 1 equal to string 1 dot hello. So നമ്മൾ പഠിച്ച പ്ലസും മൈനസും അങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സ്, കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് പ്രീ ഇൻക്രിമെൻറ്റ്. പ്രീ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എന്താ? പ്രീ ഇൻക്രിമെൻറ്റ് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു. അത് മനസ്സിലാക്കുക. പ്രീ ഫസ്റ്റ് ആദ്യം തന്നെ റിട്ടേൺ ചെയ്യുന്നു, ആദ്യം തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. പ്രീ ഇൻക്രിമെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2, ദെൻ എക്കോ പ്ലസ് പ്ലസ് എക്സ്. അപ്പോൾ പ്രീ ഇൻക്രിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം തന്നെ ഇൻക്രിമെൻറ്റ് ദെൻ റിട്ടേൺ ചെയ്യുന്നു. ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 2, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2 + 1 3. നെക്സ്റ്റ് പ്രീ ഡിക്രിമെൻറ്റ്. അതുപോലെ തന്നെ ആദ്യം തന്നെ ഡിക്രിമെൻറ്റ് കുറയ്ക്കുന്നു, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ എക്കോ മൈനസ് മൈനസ് എക്സ്, എക്സിൻ്റെ വാല്യൂ 2, ആദ്യം തന്നെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 - 1 1 റിട്ടേൺ ചെയ്യുന്നു. ഇനി പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, എന്നിട്ട് മാത്രമേ ഇൻക്രിമെൻറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 $x++. അപ്പോൾ ആദ്യം തന്നെ ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു 2. കണ്ടോ? അപ്പോൾ ആൻസർ 2. നെക്സ്റ്റ് വൺ ഈസ് എക്കോ പോസ്റ്റ് ഡിക്രിമെൻറ്റ്. ആദ്യം തന്നെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, എന്നിട്ടാണ് ഡിക്രിമെൻറ്റ് ചെയ്യുള്ളൂ. സോ എക്കോ എക്സ് മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൻസർ എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ സെയിം വാല്യൂ തന്നെ ആദ്യം റിട്ടേൺ ചെയ്യുന്നു, അതാണ് നമുക്ക് കിട്ടിയത് 2. ഇനി രണ്ടാമതും ഈ എക്സ് മൈനസ് ഓപ്പറേഷൻ വിളിക്കുന്ന സമയത്ത് മാത്രമേ റിട്ടേൺ ചെയ്ത വാല്യൂവിൽ നിന്ന് വീണ്ടും കുറയ്ക്കത്തുള്ളൂ. ഓക്കെ. അങ്ങനെയാണ് പ്രീ ഇൻക്രിമെൻറ്റ് അതുപോലെ തന്നെ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എസ്കേപ്പ് സീക്വൻസസ്. അതായത് നമ്മുടെ PHPയിലെ
നമുക്കിപ്പോൾ ഇപ്പോൾ ഹലോ എന്ന് പറഞ്ഞതിന് നമുക്ക് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വരണം. ടൈപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനൊരു ഔട്ട്പുട്ട് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഡബിൾ സ്ലാഷ് അല്ലെങ്കിൽ ബാക്ക് സ്ലാഷ് ഡബിൾ കോട്ട്സ് എന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്കോയുടെ അകത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഡബിൾ കോട്ട്സ് വരും. സോ എക്കോ, ഓക്കെ, മനസ്സിലായോ? ഈ ഒരു സിമ്പിൾ ഇതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഹലോ എന്ന് ഡബിൾ കോട്ട്സിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വരും. ലൈക്ക് ഇപ്പോൾ നമുക്ക് രാജു എന്ന് പറയുന്നതിന്, രാജൂസ് എന്ന് പറയുന്നതിൻ്റെ നടുക്കൊരു അപ്പോസ്ട്രഫി സിമ്പിൾ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്ലാഷ് സിംഗിൾ കോട്ട് അല്ലെങ്കിൽ സ്ലാഷ് അപ്പോസ്ട്രഫി, നമ്മൾ രാജു കഴിഞ്ഞ് നമുക്ക് എവിടെയാണോ അത് വരേണ്ടത് സ്ലാഷ് സിംഗിൾ കോട്ട് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഇത് കോഡ് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഈ സ്ലാഷ് സിമ്പിൾ ഉണ്ടാവില്ല, പകരം സിംഗിൾ കോട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ലാഷ് എൻ, ടാബ് പ്രിൻറ്റ് ചെയ്യാൻ സ്ലാഷ് ടി, അതുപോലെ ക്യാരേജ് റിട്ടേൺ ആണ് സ്ലാഷ് ആർ. ഡോളർ സിമ്പിൾ പ്രിൻറ്റ് ചെയ്ത് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലാഷ് ഡോളർ സിമ്പിൾ, ബാക്ക് സ്ലാഷ്, അതായത് ഇപ്പോൾ സി, നമുക്കിങ്ങനെ സി വിൻഡോസ് ഒരു ബാക്ക് സ്ലാഷ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ സ്ലാഷ് ബാക്ക് സ്ലാഷ് വേണം കൊടുക്കാനായിട്ട്. സോ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.